നമുക്കൊപ്പം ഇപ്പോൾ സന്നിധാനത്തെ പുതിയ വാതിൽ അതിന്റെ ശില്പി എളവള്ളി നന്ദൻ നമുക്ക് അതിഥിയായി ചേരുന്നുണ്ട്. സ്വാഗതം ശ്രീ നന്ദൻ. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കുറേ വിവാദങ്ങൾ, എനിക്കറിയാം താങ്കൾ തന്നെ ഒരുപക്ഷെ കുറേ അധികം ആളുകൾക്ക് മറുപടിയൊക്കെ നൽകി കാണും. പക്ഷേ കുറേ കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഇന്നാണ് ഇപ്പോൾ ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങളൊക്കെ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. ആദ്യം ചോദിക്കാനുള്ളത്, താങ്കളിലേക്ക് ഈ പുതിയ വാതിലിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് താങ്കളെ വിളിക്കുന്നത് ആരാണ്? താങ്കളിലേക്ക് എങ്ങനെയാണ് ആ നിർമ്മാണ ജോലി എത്തുന്നത്? ആദ്യമായിട്ട് വിളിക്കണത്, ഞാൻ ബാംഗ്ലൂർ ജലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിൽ കുറേ ദാരുശില്പങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ മേൽശാന്തി GSN പോറ്റി അദ്ദേഹമാണ് എന്നെ വിളിച്ച് ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ശബരിമലയിലെ സ്വർണ്ണവാതിൽ ചെയ്യാനുണ്ട്, നന്ദിന് താല്പര്യമുണ്ടോ? ശ്രീകോവിലിൻ്റെ വാതിലാണെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു, എന്താ സംശയം, ശബരിമലയല്ലേ, നമുക്ക് ഭയങ്കര അഭിമാനമല്ലേ, ഗുരുവായൂരും ഒക്കെ നമ്മളാണല്ലോ ചെയ്ത്, ഗുരുവായൂർ ശ്രീകോവിലിൻ്റെ ഒക്കെ നമ്മളാണല്ലോ ചെയ്ത്, നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാം എന്ന് പറഞ്ഞ്. അപ്പോൾ ആൾ പറഞ്ഞു, ഒരാൾ വിളിക്കും നന്ദനെ, ഇത് ബന്ധപ്പെട്ട ഒരാൾ വിളിക്കുന്നു പറഞ്ഞു. പിന്നീടാണ് ഉണ്ണീഷ്ണം പോറ്റി വിളിക്കുന്നത്. അങ്ങനെ വിളിച്ചിട്ട് വാതിൽ ചെയ്യേണ്ട കാര്യം പറയാം. ഈ ഒരു സംഭാഷണങ്ങൾ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ ഫോൺ കോൾ ഒക്കെ വരുന്ന കാലയളവ് ഏതാണ്? ഇത് ഞാൻ അന്നത്തെ പത്ര കട്ടിങ്സൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് എൻ്റെ കയ്യിലുണ്ട്. അത് അന്ന് സമർപ്പണത്തിൻ്റെ ഇതിൻ്റെയൊക്കെ ആയിട്ടുള്ള ഇതൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ഫംഗ്ഷൻ നടന്നതിൻ്റെ ഒക്കെ. ശരി, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നിട്ട് താങ്കളെ വിളിക്കുന്നു. താങ്കളെ വിളിച്ചിട്ട് എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത്? അങ്ങനെ ശബരിമലയിലെ ശ്രീകോവിലിൻ്റെ സ്വർണ്ണവാതിൽ കേട് വന്നിട്ടുണ്ട്, അത് മാറ്റണം, പുതിയതാക്കണം, നന്ദൻ അത് ചെയ്തു തരണം എന്ന് പറയണം. കേട് വന്നു എന്ന് പറയുമ്പം അതില് ചെമ്പ് തെളിയുന്നു, അതുകൊണ്ട് സ്വർണം പൂശണം, എന്താണ് കൃത്യമായി ഈ കേട് വന്നു എന്ന് മാത്രമാണോ പറഞ്ഞിരുന്നത്? അത് അല്ല, ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോഴാണ് അറിയണത്, അതിന് മറ്റേ എലിയൊക്കെ കടന്നിട്ടുള്ളൊരു ഗ്യാപ്പൊക്കെ ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ നനഞ്ഞിട്ടാന്ന് തോന്നുന്നു. ആ ബാക്ക് വശത്ത് മരം കേട് വന്നിട്ടുണ്ടായിരുന്നു. സ്വർണത്തിനൊന്നും കേടില്ല, ഈ ഡോറിന് മരത്തിന് മാത്രമാണ് കേടുണ്ടാവുന്നത്. മരത്തിന്റെ കേട് മാത്രമേ, ആ ജോലി മാത്രമേ താങ്കളെ ഏൽപ്പിച്ചിരുന്നുള്ളൂ. അത് അവിടെ സന്നിധാനത്ത് വെച്ച് ചെയ്യാൻ കഴിയുന്ന ജോലി ആയിരുന്നില്ലേ ശ്രീനന്ദൻ? അത് വേണ്ടി വന്ന് അങ്ങനെ ചെയ്യാറുന്നു. പക്ഷെ മരം നമ്മൾ എടുത്തത് തൃശ്ശൂരിൽ നിന്നാണ്. തൃശ്ശൂരിൽ നിന്ന് എടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു അത് ബാംഗ്ലൂര് ശ്രീരാമപുരം അവിടെ വെച്ച് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ താങ്കളോട് ആവശ്യപ്പെടുകയായിരുന്നു ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളത്. അതന്നെ അതെ, അതൊക്കെ എൻ്റെ അവിടെ വെച്ച് ചെയ്യാവുന്ന വർക്കുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോറിൻ്റെ കൃത്യ അളവ് എടുത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ചെയ്ത് കൊണ്ടുപോകാവുന്ന സംഭവമുള്ളൂ അതൊക്കെ. അപ്പോൾ അവിടെ വെച്ച് ചെയ്യണമെന്ന് ആൾ നിർബന്ധം പറഞ്ഞു. അപ്പോൾ ഒരാഴ്ച ഞങ്ങൾ എന്നിട്ട് അവിടെ വർക്ക് ചെയ്യാനുണ്ടായി. അവിടെ ശ്രീരാമപുരം അമ്പലത്തിൻ്റെ അവിടെ അവരുടെ ഒരു ബാംഗ്ലൂർ ആ ഒരാഴ്ച കാലം താങ്കളുടെ കൂടെ ഈ ജോലി ചെയ്യുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ഉണ്ടായിരുന്നോ? ഇടയ്ക്ക് വരാറുണ്ടാവുന്നതാണ് എൻ്റെ ഓർമ്മ. അമ്പലത്തിൽ നിന്നാണ് ഞങ്ങൾക്ക് ഭക്ഷണം ഇതൊക്കെ ഉണ്ടാവുന്നത് അന്ന്.